കനത്ത പോളിംഗ് രേഖപ്പെടുത്തി വളരെ ആവേശത്തിലാണ് കേരളം മെയ് 4-ന് വേണ്ടി കാത്തിരിക്കുന്നത്. പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിലവിലെ 78.27%. പോസ്റ്റൽ ബാലറ്റിന്റെ കണക്ക് കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു 80% കടന്നേക്കുമെന്നതാണ് സൂചന. പോളിംഗ് ശതമാനത്തിലെ വർധനവ് തുടർച്ചയായ മൂന്നാം ഭരണത്തിലേക്ക് എത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF. എന്നാൽ തങ്ങൾക്കൊപ്പമാണ് ഇത്തവണ കേരളമെന്ന അവകാശവാദം UDFും ഉന്നയിക്കുന്നുണ്ട്. പല മേഖലയിലും സ്ഥിതി തങ്ങൾക്ക് അനുകൂലമാണെന്ന് BJPയും അവകാശപ്പെടുന്നു. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം നമ്മുടെ പ്രതിനിധികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമുക്ക് ആദ്യം ഷീജയിലേക്ക് പോകാം. ഷീജ തിരുവനന്തപുരത്ത് തയ്യാറായിട്ടുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു പോളിംഗ് ഡേ കഴിഞ്ഞ് ഇനി നിൽക്കുന്ന ഒരു 25 ദിവസം എന്ന് പറയുന്നത് വളരെ വലിയ തരത്തിലുള്ള ഒരു കാത്തിരിപ്പിന്റെ ഒരു നിമിഷമാണ്. ഈ ഒരു വളരെ വലിയ തരത്തിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് തികഞ്ഞ ആത്മവിശ്വാസമാണ് LDFിന് നൽകുന്നത്. അവർ അത് കൃത്യമായ തരത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോളിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ദിവസം ഈ കനത്ത പോളിംഗ് എങ്ങനെയാണ് മുന്നണികൾക്ക് പ്രയോജനമാകുക? ഏതൊക്കെ രീതിയിലാണ് നമ്മളിലേക്ക് എത്തുക? അതിന്റെ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് സിന്ധൂരി. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ജില്ലയിലാണ് 23 ദിവസം ശക്തമായിട്ടുള്ളൊരു പ്രചാരണം, അതിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചരണം കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ ഏത് നിലയിലാണ് വോട്ടർമാർ പ്രതികരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഈ ഉയർന്ന ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, 78.27% എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഇനി പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം കൂടി കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അതൊരു 80% എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൻ്റെ വിശദാംശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു അന്തിമ ചിത്രം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു കാണേണ്ടത്, ഇങ്ങനെ ഈ നിലയിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവുണ്ടായത് അത് SIR മൂലമാണ് എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം ഏകദേശം 8.57 ലക്ഷത്തോളം പേരാണ് ഈ SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതിനൊപ്പം തന്നെ കൂടുതലായി സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഒരു പോളിംഗ് ശതമാനത്തിലെ വർധനവ് അത് LDFിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിന് മൂന്നാമതും ഭരണത്തിൽ എത്താനുള്ളൊരു സൂചന തന്നെയാണ് എന്നുള്ളതാണ് ഇടത് ക്യാമ്പിൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കാരണം ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇടത് മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്, ഇടത് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ആ രീതിയിലാണ് പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലും ആ രീതിയിൽ ജനങ്ങൾക്ക് എന്തുകൊണ്ട് LDF എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജനം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി എന്നുള്ളതാണ് LDFിൻ്റെ വലിയ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതേസമയം ഈ പറയുന്നത് പോലെ തന്നെ UDF അവകാശവാദവുമായി UDFും NDAയും ഒക്കെ രംഗത്തുണ്ട്. അതിൽ UDF ഈ പോളിംഗ് ശതമാനത്തിലുള്ള വർധനവ് അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങൾ അത് ആ രീതിയിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ BJPയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ BJPക്ക് സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. പക്ഷേ അത് ആ രീതിയിലല്ല, തങ്ങൾ നില പലയിടങ്ങളിലും മെച്ചപ്പെടുത്തി പല സീറ്റുകളും പിടിച്ചെടുക്കും എന്നുള്ള അവകാശവാദവുമായി അവരും രംഗത്തുണ്ട്. ഏതായാലും ഇനി മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ കണക്കുകൂട്ടലുകളുടെ ദിനമാണ്. കാരണം ഓരോ മേഖലയിലും ലഭിച്ചിട്ടുള്ള വോട്ടിംഗ് എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളതും ഓരോ മേഖലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിച്ച് വരും ദിവസങ്ങളിൽ മുന്നണികൾ മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായുള്ള ഓരോ മുന്നണികളുടെയും യോഗങ്ങളടക്കം ഉണ്ടാകും എന്നുള്ളതിലും ഒരു തരത്തിലുള്ള തർക്കവുമില്ല. വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ കണക്കുകൂട്ടലുകളുടെ ഒരു ദിവസമാകും ഇനിയുള്ള ദിനങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. മെയ് 4-ന് ഫലം വരുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ ഓരോ മുന്നണികളും ഓരോ മണ്ഡലത്തിലും ഏത് രീതിയിലാണ് പെർഫോം ചെയ്തത്, എത്രത്തോളം വോട്ടർമാരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ അത് ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് അല്പസമയത്തിനകം തന്നെ ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ച് നമുക്ക് അവരുടെ തന്നെ പ്രതികരണങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കാനും സാധിക്കും. ആ രീതിയിലാണ് അപ്പോൾ ഇനിയിപ്പോൾ വലിയ കണക്കുകൂട്ടലുകളുടെ ദിനങ്ങളാണ്. ഏതായാലും മുന്നണികളെല്ലാം തന്നെ പ്രതീക്ഷയിലാണ്. അതിൽ LDF വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്.